ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് ക്രാഷ് കോഴ്സ് മൂന്നാമത്തെ ദിവസമാണ് നമ്മുടെ ഇന്ന് കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ആവുകയാണ്. ഏകദേശം 4ഓളം ടോപ്പിക്സുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ടോപ്പിക്ക് സാമൂഹ്യമത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, രണ്ടാമത്തെ ടോപ്പിക്ക് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, മൂന്നാമത്തെ ടോപ്പിക്ക് കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ, നാലാമത്തെ ടോപ്പിക്ക് ഐക്യ കേരള പ്രസ്ഥാനം, കൂടാതെ 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം ഇതുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ക്ലാസ് മൊത്തമായി കാണുക. ക്ലാസ്സിൻ്റെ ലെങ്ത്ത് അല്പം കൂടുതലായിരിക്കും. ക്ലാസ് കണ്ടു കഴിഞ്ഞാലുടൻ ഇതിൻ്റെ PDF നോട്ടിനായിട്ട് നമ്മുടെ ടെലഗ്രാം ഫാമിൽ കൂടി ജോയിൻ ചെയ്യുക. നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചാന്നാർ ലഹളയെക്കുറിച്ചാണ്. ചോദ്യം ഇതാണ്: മേൽമുണ്ട് സമരമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു മക്കളെ ഏത്? ചാന്നാർ ലഹള. 10th ലെവൽ പ്രിലിംസ് സ്റ്റേജ് 1 2022 ചോദിച്ച ചോദ്യമാണ്. അടുത്ത ചോദ്യമാണ്: തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? യെസ്, ചാന്നാർ ലഹള എന്ന് തന്നെ വിളിക്കാം. അടുത്തത്, ചാന്നാർ ലഹള നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ, എന്നാ നടന്നത്? 1859 ചാന്നാർ ലഹള നടന്നത്. ഖാദി ബോർഡ് LDC പ്രിലിം സ്റ്റേജ് 4 2023 ചോദിച്ചു ചാന്നാർ ലഹള നടന്ന വർഷം എന്നാന്നുള്ളത്. ഓക്കെ, അടുത്തത്, ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അതെന്നാണ്? 1859 ജൂലൈ 26 10th ലെവൽ പ്രിലിംസ് സ്റ്റേജ് 4 ചോദിച്ച ചോദ്യമാണിത്. അപ്പോൾ എന്നാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത്? 1859 ജൂലൈ 26. നമുക്കിതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സുകളിലേക്ക് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമാണ് ഏതെന്ന് പറയുന്നത്? യെസ്, ചാന്നാർ ലഹള നടന്ന വർഷം നമ്മൾ പറഞ്ഞു 1859. ചാന്നാർ ലഹളയുടെ മറ്റൊരു പേര് എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ, അതർവൈസ് നോൺ ആസ് മേൽമുണ്ട് സമരം. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ മക്കളെ, അതിൻ്റെ ഉത്തരം വൈകുണ്ഠ സ്വാമികളാണ്. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറഞ്ഞത്? മാറുമറയ്ക്കൽ സമരം അല്ലെങ്കിൽ ചാന്നാർ ലഹള. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറയ്ക്കാൻ അനുവാദം നൽകിയ ദിവാൻ ആരാണെന്ന് ചോദിച്ചാൽ മകളെ, അത് കേണൽ മൺട്രോ ആണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ തൊട്ടു മുന്നേ ചോദ്യത്തിൽ പറഞ്ഞു 1859 ജൂലൈ 26. നമുക്കൊരു കറണ്ട് അഫയേഴ്സ് നോക്കിയാലോ. അതായത് 2023 തമിഴ്നാട് സർക്കാർ 200ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സാമൂഹ്യ പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ, അത് ചാന്നാർ ലഹളയാണ്. അപ്പോൾ മക്കളെ, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഒന്ന് നോക്കി വച്ചോ. അതായത് 1859 ചാന്നാർ ലഹള നടന്നത്. ഇതറിയപ്പെടുന്ന മറ്റൊരു പേര് മാറുമറയ്ക്കൽ സമരം. ഈ സമരവുമായി ബന്ധപ്പെട്ട ദിവാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേണൽ മൺട്രോ. ഈ സമരവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. ആരാണ് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. എന്നാണ് അദ്ദേഹം ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. 1859 ജൂലൈ 26. കറണ്ട് അഫയേഴ്സ്: 200ാം വാർഷികം ആഘോഷിച്ച തമിഴ്നാട് സർക്കാർ കേരളത്തിലെ പ്രക്ഷോഭം ചോദിച്ചാൽ ചാന്നാർ ലഹള എന്നുള്ളത് കൂടി മക്കളെ ഓർത്തു വയ്ക്കണം. നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ടോപ്പിക്കിലേക്ക് നോക്കാം. മുക്കുത്തി സമരം. കേരളത്തിൽ നടന്ന മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഒത്തിരി തവണ ചോദിച്ച ചോദ്യം. ഓഫീസ് അറ്റൻഡ് 2021 ഈ ചോദ്യം വന്നത്. കേരളത്തിൽ നടന്ന മുക്കുത്തി സമരവും അച്ചിപ്പുടവ സമരവും നയിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പന്തളം ചന്തയിൽ അവർണ യുവതികളെ വിളിച്ചുകൂട്ടി മുക്കുത്തി ധരിക്കാൻ ആവശ്യപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? യെസ്, വേലായുധ പണിക്കർ. ആറാട്ടുപുഴ വേലായുധ പണിക്കർ ജനിച്ച സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാ മക്കളെ? കാർത്തികപ്പള്ളിയാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമമോ കല്ലിശ്ശേരി വേലായുധ ചേകവർ എന്നുള്ളതാണ്.
ആറാട്ടുപുഴ വേലായുധ പണിക്കറിൻ്റെ യഥാർത്ഥ നാമം കല്ലിശ്ശേരി വേലായുധ ചെഗവർ. നോക്കിക്കോ, കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി. പഠിച്ചു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറാട്ടുപുഴ വേലായുധ പണിക്കരെയാണ്. കളരിയിലും സംസ്കൃതത്തിലും അറിവുണ്ടായിരുന്ന നവോത്ഥാന നായകൻ. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ആദിവാസി വിഭാഗങ്ങൾക്കും പ്രാർത്ഥനാ സൗകര്യം നൽകിക്കൊണ്ട് വേലായുധ പണിക്കർ ക്ഷേത്രങ്ങൾ 2 സ്ഥലത്ത് സ്ഥാപിച്ചു. നോക്കിക്കോ, മംഗലത്ത് ഗ്രാമം ഒന്ന് 1852 അടുത്തത് ചെറുവാരണവും വാരണപ്പള്ളി ക്ഷേത്രവും അത് 1855 സ്ഥാപിച്ചത്. കഥകളിയിലെ സവർണ മേധാവിത്വം ഇല്ലാതാക്കാൻ കഥകളി യോഗം സ്ഥാപിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1860 ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. പ്രഥമ ആറാട്ടുപുഴ വേലായുധ പണിക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോകുലം ഗോപാലനാന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അതായത് മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും. ഒരു ചോദ്യം പ്രതീക്ഷിക്കാം മക്കളെ. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ ചോദ്യത്തിൻ്റെ ഓപ്ഷനിലേക്ക് നമുക്ക് നോക്കാം. തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന ആധിപത്യത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമഗർജി മഹാരാജാവിന് സമർപ്പിച്ചു. അടുത്ത് നോക്കിയേ, ഡോക്ടർ പൽപ്പുവാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. അടുത്തത് 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിലവിൽ ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് ഇതിൻ്റെ അകത്ത് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നോക്കാം. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകളെ ഏതാണ്? യെസ്, മലയാളി മെമ്മോറിയലാണ്. അപ്പോൾ തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി അല്ലെങ്കിൽ ഈ മുദ്രാവാക്യത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനമായിരുന്നു ഏതെന്ന് പറയുന്നത്? മലയാളി മെമ്മോറിയൽ. ഇനി മലയാളി മെമ്മോറിയൽ എന്നാണ് തയ്യാറാക്കിയത്? നല്ലൊരു ചോദ്യം. 1891. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏതാണ്? യെസ്, മലയാളി മെമ്മോറിയലാണ്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് കടന്ന സമരം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ് മക്കളെ? മലയാളി മെമ്മോറിയലാണ്. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഏതെന്ന് പറയുന്നത്? ഡോക്ടർ പൽപ്പുവാണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത്. ഓക്കെ, തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നോക്കിയേ, 1891 ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ. അടുത്ത 1896 ബാരിസ്റ്റർ JP പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ. രണ്ടും തിരിച്ചിട്ട് കൊടുത്തു. 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയേ ഏതാണ്? 3 മാത്രമാണ് ശരി. അതായത് ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. അതായത് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നിവർത്തന പ്രക്ഷോഭം 1932 നയിച്ചു. ആ ഒരു പ്രസ്താവന മാത്രമാണ് നിലവിൽ മക്കളെ ഇതിൻ്റെ അകത്ത് ശരി. നമുക്ക് നോക്കിയാം മലയാളി മെമ്മോറിയലിനെ കുറിച്ച്. മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്നുള്ളതാണ് മലയാളി മെമ്മോറിയലിൻ്റെ ലക്ഷ്യം. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിക്കാൻ കാരണമായ സംഭവമാണ് മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭം. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ മക്കളെ? ബാരിസ്റ്റർ JP പിള്ള. നമ്മുടെ ചോദ്യം ആദ്യം മുതലേ വരുന്നതാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ JP പിള്ള. ഈഴവ മെമ്മോറിയലിനാണെങ്കിൽ ഡോക്ടർ പൽപ്പു. ഇനി മലയാളി മെമ്മോറിയൽ നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ നടന്നത്. മലയാളി മെമ്മോറിയൽ ഒപ്പിട്ടവരുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10,028 പേരാണ് മലയാളി മെമ്മോറിയലിൽ ഒപ്പിട്ടത്. മലയാളി മെമ്മോറിയൽ ആദ്യം ഒപ്പുവെച്ചത് ചോദിച്ച ചോദ്യമാണ്. ആരാണ്? KP ശങ്കരമേനോനാണ്. ഇനി മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം നോക്കിക്കഴിഞ്ഞാൽ എന്താ? തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മലയാളി മെമ്മോറിയൽ മൂന്നാമതായി ഒപ്പുവെച്ച വ്യക്തി ചോദിച്ചേണ്ട ഡോക്ടർ പൽപ്പു. ആദ്യം ഒപ്പുവെച്ചത് KP ശങ്കരമേനോൻ. മലയാളി മെമ്മോറിയലിന് പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ മക്കളെ? CV രാമൻപിള്ളയാണ്. അതായത് മലയാളി മെമ്മോറിയലിനെ കുറിച്ച് CV രാമൻപിള്ള എഡിറ്റോറിയൽ എഴുതിയ പത്രമായിരുന്നു മിതഭാഷി. പിന്നീടാണ് ഇത് വിദേശ മേധാവിത്വം എന്ന പേരിൽ പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്.
തിരുവിതാംകൂറുകാർക്കെന്ന ലഘുലേഖ എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ബാരിസ്റ്റർ GP പിള്ളയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഈഴവ മെമ്മോറിയൽ. ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി 13,176 പേർ ഒപ്പിട്ട ഒരു ഹർജി തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ഇതാണ് ഈഴവ മെമ്മോറിയൽ. അപ്പോൾ മറ്റത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളി മെമ്മോറിയൽ 10,028 സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിനാണ്. അതേപോലെ തന്നെ 1891 മലയാളി മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ ആണെങ്കിൽ മക്കളെ 1896 സെപ്റ്റംബർ 3 സമർപ്പിച്ചത് എന്നുള്ളതും, അവിടെ മലയാളി മെമ്മോറിയൽ 10,028 ആണെങ്കിൽ ഇത് 13,176 പേരാണ് ഒപ്പിട്ടത് എന്നുള്ളതും ഓർക്കുക. ഇനി ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന്. അവിടെയാണെങ്കിലോ ബാരിസ്റ്റർ GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കര സുബ്ബ അയ്യർ. ഓക്കെ, ശങ്കര സുബ്ബയ്യരാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാൻ. ശങ്കര സുബ്ബയ്യരാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? കഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ. അപ്പോൾ ഒന്ന് ആർക്കാന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാളിന്. അതേപോലെ തന്നെ അതായത് ഏത് മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയലും ശ്രീമൂലം തിരുനാളിനാണ്. എന്നാൽ രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴ്സൺ പ്രഭുവിനാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അയ്യങ്കാളിയുടെ കർഷക സമരം. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് വെങ്ങാനൂരാണ്. 10th ലെവൽ സ്റ്റേജ് 1 ചോദിച്ച ചോദ്യമാണ്. സാമൂഹ്യ സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിക്കപ്പെടുന്നതിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അയ്യങ്കാളിയാണ്. ഓക്കെ, അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു? നമ്മുടെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് ആദ്യത്തെ കർഷക സംഘടിത സമരം. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ ഇക്കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കും. ആരാണ് ഈ പ്രഖ്യാപനം നടത്തിയതെന്ന് ചോദിച്ചാൽ മക്കളെ അത് അയ്യങ്കാളിയാണ്. ഖാദി ബോർഡ് LDC പ്രിലിം സ്റ്റേജ് 1 2023 ചോദിച്ചു. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മക്കളെ വെങ്ങാനൂരാണ് എന്നുള്ളത് ഓർക്കുക. നമുക്ക് പ്രധാന പോയിന്റുകളിലേക്ക് നോക്കാം. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ സംഘടിത കർഷക സമരം ആരംഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1909 അയിത്ത ജാതി കുട്ടികളെ ഉയർന്ന സമുദായത്തിലെ കുട്ടികൾക്കൊപ്പം ഇരുത്തി പഠിപ്പിക്കാനാവില്ല എന്ന അധികൃതരുടെ നിലപാടിനെതിരെ നടന്ന സമരമാണിത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ ഇക്കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരുപ്പിക്കുമെന്ന മുദ്രാവാക്യവുമായി ജന്മിമാർക്കെതിരെ നടത്തിയ സമരമായിരുന്നു ഇത്. തിരുവിതാംകൂറിലെ ആദ്യകാല കർഷക സമരങ്ങളിൽ ഒന്നാണ് അയ്യങ്കാളി നയിച്ച കർഷക സമരം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് അയ്യങ്കാളിയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവാണ് ആര്? നമ്മുടെ അയ്യങ്കാളി. ഓക്കെ, അത് നമുക്ക് വില്ലുവണ്ടി സമരവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച ചോദ്യങ്ങളിലേക്ക് നോക്കാം. വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് മക്കളെ ആര്? അയ്യങ്കാളി. ഇനി തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവും ആര് തന്നെയാ? അയ്യങ്കാളി തന്നെയാണ്. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര നടത്തിയത് എവിടെ മുതൽ എവിടെ വരെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ മുതലാണ്? അതായത് വെങ്ങാനൂരിൽ നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന നമ്മുടെ വില്ലുവണ്ടി യാത്ര തുടങ്ങുന്നത്. വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അയ്യങ്കാളിയാണ്. ഓക്കെ, ഇനി അടുത്തത് കല്ലുമാല സമരം നയിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാ? അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി സമരം പൊതു നിരത്തുകളിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ അവകാശം നിഷേധിച്ചിരുന്ന സമ്പ്രദായത്തെ ചോദ്യം ചെയ്യാൻ അയ്യങ്കാളി സംഘടിപ്പിച്ച സമരമായിരുന്നു ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ
വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വില്ലുവണ്ടി സമരം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1893 വില്ലുവണ്ടി സമരം നടക്കുന്നത്. വില്ലുവണ്ടി സമരം നടന്നത് എവിടെ മുതൽ എവിടെ വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ മുതൽ എവിടെ വരെയാ? വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു വില്ലുവണ്ടി, അതായത് കാളവണ്ടിയിൽ സഞ്ചരിച്ച് ഈ ഒരു സമരം സംഘടിപ്പിച്ചത്. അപ്പോൾ വില്ലുവണ്ടി സമരം അയ്യങ്കാളി നടന്ന വർഷം 1893. എവിടെ മുതൽ എവിടെ വരെയാണ് വില്ലുവണ്ടി യാത്ര എന്ന് ചോദിച്ചാൽ വെങ്ങാനൂർ മുതൽ കവടിയാർ വരെയാണ് എന്നുള്ളത് കൂടി മക്കളെ ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് വസ്ത്രധാരണത്തിന്മേലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ആരാണ്? യെസ്, നമ്മുടെ അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാ? അയ്യങ്കാളി. അയ്യങ്കാളിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വില്ലുവണ്ടി സമരം നടത്തി 1915, തെറ്റാണ്. കല്ലുമാല സമരം നടത്തി 1893, തെറ്റാണ്. 1937 അയ്യങ്കാളിയെ സന്ദർശിച്ച ഗാന്ധിജി അദ്ദേഹത്തെ പുലയ രാജാവെന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ അതുമാത്രമാണ് നിലവിൽ എന്തെന്ന് പറയുന്നത് നിലവിൽ ശരിയായിട്ട് വരുന്നത്. അടുത്തത് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു, ഇതും ശരിയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ 3ഉം 4ഉമാണ് ശരി, 1ഉം 2ഉം എന്താണ്? നിലവിൽ തെറ്റാണ്. ഓക്കെ, ചുവടെ നൽകുന്ന പ്രസ്താവനകളിൽ നിന്ന് മഹാത്മാ അയ്യങ്കാളിക്ക് അനുയോജ്യമായവ മാത്രം കണ്ടെത്തുക. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം തെറ്റ്, കല്ലുമാല പ്രക്ഷോഭം ശരി, സാധുജന പരിപാലന യോഗത്തിന് രൂപം നൽകി ശരി. അപ്പോൾ ഏതൊക്കെയാണ്? 3ഉം 2ഉമാണ് നമ്മുടെ ശരി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. കല്ലുമാല സമരം. കല്ലുമാല സമരം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ മക്കളെ? 1915 കല്ലുമാല സമരം നടന്നത്. സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലത്തെ പെരിനാട് വീട്ടിലാണ് കല്ലുമാല സമരം. ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുലയ സ്ത്രീകൾക്ക് അടിമത്തത്തിൻ്റെ അടയാളമായ കല്ലും മാലയും മാറ്റി മാന്യമായ വസ്ത്രധാരണത്തിന് അവകാശം നേടുക. ഇതിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഗോപാലദാസാണ്, സാധുജന പരിപാലന സംഘത്തിൻ്റെ നേതാവ്. എന്നാണ് ഇതിൻ്റെ നടന്ന വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1915 ഒക്ടോബർ 24 പെരിനാട് വെച്ച് നടന്ന സമ്മേളനത്തിൽ കല്ലുമാലകൾ ഉപേക്ഷിക്കാനായിട്ട് ആഹ്വാനവും ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് സാധുജന പരിപാലന സംഘം PSC ചോദിക്കാറുള്ളതാണ്. ആരാണ് ഇതിൻ്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യങ്കാളിയാണ്. എന്നാണ് സ്ഥാപിതമായ വർഷം മക്കളെ? 1907. സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടന ചോദിച്ചു കഴിഞ്ഞാൽ 1903 മെയ് 15 വന്ന SNDP ആണ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയത് 1938. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതാണ് സാധുജന പരിപാലനിയാണ്. ഏതിൻ്റെ മുഖപത്രം? സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രം സാധുജന പരിപാലിനി 1913 വന്നു. സാധുജന പരിപാലനിയുടെ മുഖ്യ പത്രാധിപരായിരുന്നു, ചോദിച്ച ചോദ്യമാണ് കേട്ടോ മക്കളെ, തെറ്റിക്കരുത്, ചെമ്പത്തറ കാളിച്ചോദിക്കറുപ്പൻ. ഓക്കെ, അപ്പോൾ സാധുജന പരിപാലനിയുടെ മുഖപത്രാധിപനാണ് ചെമ്പത്തറ കാളിച്ചോതി കറുപ്പൻ. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമാണ് ഏതെന്ന് പറയുന്നത്? സാധുജന പരിപാലിനി. സാധുജന പരിപാലിനി പ്രസിദ്ധീകരണം ആരംഭിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി സുദർശന പ്രസ്സാണ്. സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭ. സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേശവൻ ശാസ്ത്രിയാണ്, തെറ്റിക്കരുത്, അയ്യങ്കാളി ഓപ്ഷനിൽ ഉണ്ടാകും. ഓക്കെ, ഇനി സാധുജന പരിപാലന സംഘം പിന്നീട് ഏത് സംഘടനയിലാണ് സംയോജിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭയിലാണ്. സമസ്ത തിരുവിതാംകൂർ പുലയ മഹാസഭ രൂപീകൃതമായത് 1942. പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭ നമുക്കൊന്ന് നോക്കാം. അതായത് കല്യാണദായിനി സഭ ആരുടെയാണ്? അത് സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂര്. ജ്ഞാനോദയം സഭ എവിടെയാ സ്ഥാപിച്ചത്? ഇടക്കൊച്ചിയാണ്. സുധർമ്മ സൂര്യോദയ സഭ എവിടെയാ സ്ഥാപിച്ചത്? തേവരയാണ്. നോക്കിയേ, പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂരാണ്. അരയ വംശോദ്ധാരണി സഭ ഏങ്ങണ്ടിയൂർ. സന്മാർഗ പ്രദീപ സഭ എവിടെയാണെന്ന് ചോദിച്ചാൽ മക്കളെ കുമ്പളമാണ്. ബാലസേവാ സമിതി വൈക്കമാണ്. പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കല്യാണദായിനി സഭയാണ്. സ്ഥാപിച്ച വർഷം 1912. അടുത്ത് നോക്കാം. അരയ സമാജം സ്ഥാപിച്ചത് ആരാ? പണ്ഡിറ്റ് കറുപ്പൻ. എന്നാ സ്ഥാപിച്ചത്? 1907.
അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് 1922 KP കറുപ്പൻ. അരയ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ സ്ഥാപിച്ച വാല സമുദായ പരിഷ്കരണി സഭയാണ്. ഓക്കെ, പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്തത്. സമത്വ സമാജം, അരയ സമുദായം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ. ഏതാണ്? നിലവിൽ ഈ പറയുന്ന 2, 3, 4 ഇതിൻ്റെ അകത്ത് എന്തെന്ന് പറയുന്നത് ശരിയായിട്ടുള്ളത്. സമത്വ സമാജം എന്ന് പറയുന്നത് ആരുടെയാ? വൈകുണ്ഠസ്വാമികളുടെയാണ്. ഓക്കെ, അടുത്തത് നമുക്ക് കുര്യാക്കോസ് എലിയാസ് ചവറ. അതായത് പിടിയരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ. ഇങ്ങനെ തന്നെയാണ് PSC ചോദിച്ചേക്കണത്. പിടിയരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാന്നുള്ളത്. കേരള കത്തോലിക്ക സഭയിൽ വ്യാപകമായ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത്? കുര്യാക്കോസ് എലിയാസ് ചവറ. കാലത്തിന് മുൻപേ നടന്ന നവോത്ഥാന നായകൻ, അങ്ങനെയും PSC ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ കേരളീയ വികാരി ജനറലാണ്. ചവറയച്ചൻ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച ചരിത്രപ്രസിദ്ധമായ പള്ളി ഏതാണെന്ന് ചോദിച്ചാൽ തെറ്റിക്കരുത് മക്കളെ, അർത്തുങ്കൽ പള്ളി. ചവറയച്ചൻ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1829 സീറോ മലബാർ കത്തോലിക്ക പള്ളിയിൽ കുര്യാക്കോസ് എലിയാസ് ചവറ വികാരിയായത് എന്നാണ്? 1861. കുര്യാക്കോസ് എലിയാസ് ചവറ മരണമടഞ്ഞ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാ മക്കളെ? കൂനന്മാവ്. പള്ളിക്കൊരു പള്ളിക്കൂടം എന്ന സമ്പ്രദായം കൊണ്ടുവന്നു. കേരളത്തിലെ സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന നാമം ലഭിച്ചത് ഈ പദ്ധതി മൂലമാണ്. ഓക്കെ, CMC, സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാമൽ, ഈ സന്യാസി സഭ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CMC ആരാണ്? കുര്യാക്കോസ് എലിയാസ് ചവറ 1866 സ്ഥാപിതമായി. CMI, കാർമലിറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്, ഈ സഭ സ്ഥാപിച്ചതും ആര് തന്നെയാ? നമ്മുടെ ചവറയച്ചനാണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1831 മാന്നാനം, കോട്ടയം. CMI സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും ചവറയച്ചനെ സഹായിച്ചത് ചോദിച്ചേക്കണതാണ് പാലക്കൽ തോമസ് മാൽപ്പൻ, അതേപോലെ തന്നെ പോരൂക്കര തോമസ് അച്ഛനാണ്. CMIയുടെ ആദ്യ സുപ്പീരിയർ ജനറലാണ് ആരെന്ന് പറയുന്നത്? കുര്യാക്കോസ് എലിയാസ് ചവറ. ഓക്കെ, നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞതാണ് സമത്വ സമാജം. അതായത് വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ വില്ലുവണ്ടി അയ്യങ്കാളി, അതാണ് ശരി. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാ? നമ്മുടെ വൈകുണ്ഠസ്വാമികളാണ്. ക്ഷേത്രപ്രവേശനത്തിനല്ല, ഏതിനായിരുന്നു അദ്ദേഹം പ്രാധാന്യം നൽകിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഈ പറയുന്ന മേൽമുണ്ട് സമരം എന്ന് പറയുന്ന ആദ്യം നമ്മൾ പഠിച്ചത്. ഓക്കെ, അത് നിരോധിക്കാനായിട്ടാണ് ശബ്ദമുയർത്തുക. അത് ശരിയാണ്, ബാക്കിയൊക്കെ എന്താണ്? തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഏതാണ് നിലവിൽ വൈകുണ്ഠസ്വാമിയുമായി ബന്ധമില്ലാത്തത്? വില്ലുവണ്ടി 1893. ബാക്കിയെല്ലാം എന്താണ്? വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. ഓക്കെ, അടുത്തത് സമത്വ സമാജം സ്ഥാപിച്ചത് എത്രയോ തവണ PSC ചോദിച്ച ചോദ്യം ഏതാണ്? വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച വർഷം 1836. സ്ഥാപകൻ വൈകുണ്ഠസ്വാമികളാണ്. ഏതിൻ്റെ? നമ്മുടെ സമത്വ സമാജം. സ്ഥാപിതമായ വർഷം എന്നാ മക്കളെ? 1836 സമത്വ സമാജം. ലക്ഷ്യം ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. പ്രാധാന്യം കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നു. അതേപോലെ തന്നെ നടന്ന സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ശുചീന്ദ്രം, കന്യാകുമാരി ജില്ല, തമിഴ്നാടാന്നുള്ളതും ഓർക്കുക. ഓക്കെ, അടുത്തത് പ്രത്യക്ഷരക്ഷ ദൈവസഭ PRDS. നമുക്കറിയാം സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സ്ഥാപിച്ചത്? കുമാര ഗുരുദേവനാണ് PRDS സ്ഥാപിച്ചത്, പ്രത്യക്ഷരക്ഷാ ദൈവസഭ. കുമാര ഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും പ്രത്യക്ഷരക്ഷാ ദൈവസഭ തന്നെയാണ്. നമുക്ക് പ്രധാന പോയിന്റ്സുകളിലേക്ക് നോക്കാം. സ്ഥാപകൻ PRDSൻ്റെ കുമാര ഗുരുദേവൻ. സ്ഥാപിതമായ വർഷം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 1909 PRDS സ്ഥാപിതമായത്. ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഇരവിപേരൂരാണ്, തിരുവല്ലയിലാണ്. ഉപ ആസ്ഥാനങ്ങൾ ചോദിച്ചാൽ അമരക്കുന്ന്, അതേപോലെ തന്നെ എന്താണ്? ഉടിയൻകുളങ്ങര. ഇതിൻ്റെ പ്രസിദ്ധീകരണം ചോദിച്ചു കഴിഞ്ഞാൽ PRDSൻ്റെ ആണ് ആദിയാർ ദീപം. മറ്റു പേര് പൊയ്കേൽ യോഹന്നാൻ എന്നറിയപ്പെട്ടിരുന്നത് കുമാര ഗുരുദേവൻ്റെ ആത്മീയ നാമമാണ്. ഏതെന്ന് പറയുന്നത്? പൊയ്കയിൽ യോഹന്നാൻ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. നമ്മളതിൻ്റെ അകത്ത് ഓപ്ഷനിൽ കണ്ടാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം, അതായത് SNDP. ഓക്കെ, ആരായിരുന്നു സ്ഥാപകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ശ്രീ നാരായണ ഗുരുവാണ്. സ്ഥാപിതമായ വർഷം 1903 മെയ് 15. ആസ്ഥാനം ചോദിക്കാറുണ്ട്, അതെവിടെയാണ്? കൊല്ലമാണ്. ആജീവനാന്ത അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീനാരായണ ഗുരു. ഉപ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പൽപ്പുവാണ്.
ആദ്യ സെക്രട്ടറി കുമാരനാശാനാണ്. കുമാരനാശാൻ ആദ്യത്തെ സെക്രട്ടറിയാണ്. പ്രത്യേകത എന്താ? സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമുള്ള കേരളത്തിലെ ആദ്യത്തെ ജനകീയ സംഘടനയാണ് ഏതെന്ന് പറയുന്നത്? SNDP. SNDPയുടെ മുഖപത്രമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ വിവേകോദയം. വിവേകോദയം ആരംഭിച്ച വർഷം 1904 മെയ് 13 സ്ഥാപകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ മക്കളെ? കുമാരനാശാൻ. ഔദ്യോഗിക പത്രാധിപരാണ്. ചോദിച്ച ചോദ്യമാണ്. M ഗോവിന്ദനാണ് ഔദ്യോഗിക പത്രാധിപർ എന്ന് പറയുന്നത്. അപരനാമമാണ് ഈഴവ ഗസറ്റ് എന്ന പേരിൽ ഈ പ്രസിദ്ധീകരണം അറിയപ്പെടുന്നു. പേരിന് പിന്നിൽ സ്വാമി വിവേകാനന്ദനുള്ള ആദരസൂചകമായിട്ടാണ് എന്ത് ചെയ്തത്? വിവേകോദയം എന്ന പേര് നൽകിയത്. നിലവിലെ മുഖപത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യോഗനാഥമാണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇനി മറ്റു പ്രധാന വസ്തുതകളാണെങ്കിൽ ഡോക്ടർ പൽപുവിന് പ്രചോദനമേകിയത് സ്വാമി വിവേകാനന്ദനാണ്. ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം 1904. 1904 രൂപീകൃതമായ സ്ത്രീ സമാജത്തിൻ്റെ അധ്യക്ഷനായിരുന്നു എന്ന് പറയുന്നത് മാതാ പെരുമാൾ. സംഘടനയും സ്ഥാപനങ്ങളും നമുക്ക് നോക്കാം. അതായത് യോഗക്ഷേമ സഭ ആരുടെയായിരുന്നു? VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ. സമത്വ സമാജം ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈകുണ്ഠസ്വാമികളുടെയാണ് 1836. തിരുവിതാംകൂർ ചേരമാൻ മഹാജനസഭ പാമ്പാടി ജോൺ ജോസഫിൻ്റെ ആണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുമാര ഗുരുദേവൻ്റെ ആണെന്നുള്ളത് മക്കളെ ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്താണ് ആത്മവിദ്യാ സംഘം. ഒത്തിരി തവണ ചോദിച്ച മറ്റൊരു പോയിന്റ്. ആത്മവിദ്യാ സംഘം സ്ഥാപകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിതമായ വർഷം 1917 ആത്മവിദ്യാ സംഘം സ്ഥാപിതമായത്. ലക്ഷ്യം ചോദിച്ചു കഴിഞ്ഞാൽ അന്ധവിശ്വാസങ്ങൾ, അർദ്ധശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സ്ഥാപിച്ച സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ആത്മവിദ്യാ സംഘം. സ്ഥാപിക്കാൻ മുൻകൈ എടുത്തവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കുന്നോത്ത് കുഞ്ഞിക്കുരുക്കൾ, അതേപോലെ തന്നെ എന്താണ് കുറപ്പയിൽ കണ്ണാരൻ മാസ്റ്റർ, അതേപോലെ തന്നെ ധർമ്മധീരൻ, കയ്യാല ചേക്കു, പാലേരി ചന്തമ്മൻ എന്നിവരാണ് എന്നുള്ളത് ഓർക്കുക. പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു മലബാർ. ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന കവിതയാണ് സ്വതന്ത്ര ചിന്താമണി. 1921 പബ്ലിഷ് ചെയ്തു. ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം അഭിനവ കേരളം. ഒത്തിരി തവണ ചോദിച്ച ചോദ്യം. എന്നാണ് അഭിനവ കേരളം പ്രസിദ്ധീകരിച്ചതെന്നും ചോദിച്ചിട്ടുണ്ട്. 1921. വനിതാ വിഭാഗത്തിലെ പ്രധാന നേതാക്കളായിരുന്നു K ദേവയാനി, P ഭാർഗവി അമ്മ, M ലക്ഷ്മിക്കുട്ടിയമ്മ. ആദ്യ സമ്മേളനം നടന്നത് എവിടെയാ മക്കളെ? കാരക്കാടാണ്. കാരക്കാട് ആദ്യ സമ്മേളനം. ആത്മവിദ്യാ മഹോത്സവം നടന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1932 പുന്നപ്രയാന്നുള്ളത് ഓർക്കുക. ആത്മവിദ്യാ സംഘത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന കൃതിയാണ് ആത്മവിദ്യ. ഓക്കെ, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് അത് വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. ഓക്കെ, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും നമുക്ക് നോക്കാം. അതിൻ്റെ അത് ശരിയായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ വാഗ്ഭടാനന്ദൻ്റെ ആണ് ഏതെന്ന് പറയുന്ന മക്കളെ? വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംഘടന. അടുത്ത സഹോദരൻ അയ്യപ്പൻ, വൈകുണ്ഠസ്വാമി, VT ഭട്ടതിരിപ്പാട്. ഓക്കെ, അപ്പോൾ നോക്കിയേ ഇതിനകത്ത് ഏതാണ് കറക്റ്റായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഏതാ? വാഗ്ഭടാനന്ദൻ്റെ ആണ് ഇത് ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ. സഹോദരൻ അയ്യപ്പൻ ഏതാണ്? സഹോദര പ്രസ്ഥാനമാണ് സഹോദരൻ അയ്യപ്പൻ. വൈകുണ്ഠസ്വാമി ഏതാ? സമത്വ സമാജമാണ്. അടുത്ത് നോക്കിയേ VT ഭട്ടതിരിപ്പാട് ഏതാണ്? യോഗക്ഷേമ സഭ. അപ്പോൾ ഇത്രയാണ്. അത് സിമ്പിളാണ്, പക്ഷേ എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മാത്രം മതി. നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. സമത്വ സമാജം, വൈകുണ്ഠസ്വാമി, അത് തന്നെ എല്ലാവർക്കും കിട്ടുന്നതാണ്. അതേപോലെ തന്നെ സഹോദരൻ അയ്യപ്പൻ്റെ ആണ് സഹോദര പ്രസ്ഥാനം. ആത്മവിദ്യാ സംഘം ആരുടെയാ? വാഗ്ഭടാനന്ദനും. VT ഭട്ടതിരിപ്പാരുടെയാണ് എന്ന് പറയുന്ന യോഗക്ഷേമ സഭ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ C ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്ക അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, വാഗ്ഭടാനന്ദൻ, സമത്വ സമാജം. ഏതാണ് നമ്മുടെ ഈ ഒരു ഓപ്ഷനാണ് തെറ്റ്, മൂന്നാമത്തെ. വാഗ്ഭടാനന്ദൻ്റെ ഏതാണ്? ആത്മവിദ്യാ സംഘമാണ്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികളുടെ ആണെന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഡോക്ടർ പൽപു, TK മാധവൻ, KP കേശവമേനോൻ. ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ്.
TK മാധവനും അതേപോലെ തന്നെ KP കേശവമേനോനുമാണ് വൈക്കം സത്യാഗ്രഹയുടെ കൂട്ടത്തിൽ പെടുന്നത്. ഓക്കെ, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ എന്നാ മോസ്റ്റ്ലി റിപ്പീറ്റഡ് 1924 ഇനി ആരായിരുന്നു അതിൻ്റെ പ്രധാന നേതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ്. ഐത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കാക്കിനട സമ്മേളനം 1923. പ്രമേയം പാസാക്കുവാൻ മുൻകൈയെടുത്തത് TK മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വിവരങ്ങൾ നോക്കിയാൽ ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരം, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിലെ പ്രധാനപ്പെട്ട സമരം, 1924 മാർച്ച് 30 പുലയ ഈഴവ നായർ സമുദായങ്ങളായ കുഞ്ഞാപ്പി അതേപോലെ തന്നെ ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നീ 3 യുവാക്കളിലൂടെ ആരംഭിച്ച സമരം. വൈക്കം സത്യാഗ്രഹം നടന്ന ക്ഷേത്രം ചോദിച്ചാൽ മക്കളെ വൈക്കം മഹാദേവ ക്ഷേത്രമാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ ആരാന്ന് ചോദിച്ചാൽ TK മാധവൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ മക്കളെ? യെസ്, മന്നത്ത് പത്മനാഭനാണ്. ഒത്തിരി എക്സാമുകൾക്ക് ചോദിച്ചു കേട്ടോ. അതായത് യൂണിവേഴ്സിറ്റി LGS പ്രിലിം സ്റ്റേജ് 2 2023, ഖാദി ബോർഡ്, അതേപോലെ തന്നെ 10th ലെവൽ പ്രിലിംസ് സ്റ്റേജ് 1, അതേപോലെ തന്നെ 2, 4, അതേപോലെ തന്നെ 6 ഒക്കെ ചോദിച്ച ചോദ്യമാണ് ഏത്? വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന പ്രചാരണ കമ്മിറ്റിയുടെ ക്യാപ്റ്റനായിരുന്നു T സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മക്കളെ അത് ആരാണ്? AK ഗോപാലനാണ്. K കേളപ്പൻ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചത് 1932 സെപ്റ്റംബർ 21 K കേളപ്പൻ സത്യാഗ്രഹം ആരംഭിച്ചത്. ഗാന്ധിജി ഇടപെട്ട് നിരാഹാര സത്യാഗ്രഹം പിൻവലിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1932 ഒക്ടോബർ 2. ഗുരുവായൂർ ക്ഷേത്രമണിയടിച്ച ആദ്യ അബ്രാഹ്മണർ, PSCയുടെ ഒരു തവണ ട്രെൻഡിങ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ് P കൃഷ്ണപിള്ള. ശ്രദ്ധിക്കുക, ഗുരുവായൂർ ക്ഷേത്രമണിയടിച്ച ആദ്യത്തെ അബ്രാഹ്മണനാണ് P കൃഷ്ണപിള്ള. ജനഹിത പരിശോധന അതായത് റഫറൻഡം നടന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂർ. ജനഹിത പരിശോധന നടന്ന താലൂക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊന്നാനിയാണ് ഉള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. അതേപോലെ തന്നെ എന്താണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അത് 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. നടന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രപ്രവേശന വിളംബരം 36 നവംബർ 12. ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമാണ് ഏതെന്ന് പറയുന്ന ക്ഷേത്രപ്രവേശന വിളംബരം. ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതമെന്ന് വിശേഷിപ്പിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരം. നമുക്ക് നോക്കാം. തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TK മാധവനാണ്. കേരളത്തിൽ ക്ഷേത്രപ്രവേശന ദിനമായി ആചരിച്ചത് 36 ഏപ്രിൽ 19. ക്ഷേത്രപ്രവേശന പ്രമേയം അവതരിപ്പിച്ചത് K കേളപ്പനാണ് കേരള ക്ഷേത്രപ്രവേശന സമ്മേളനത്തിൽ. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് 47 ജൂൺ 2. എന്നാൽ കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1947 ഡിസംബർ 20 എന്നുള്ളത് കൂടി മക്കളെ ഓർക്കുക. ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അദ്ദേഹത്തിൻ്റെ 24ാം ജന്മദിനത്തിലാണ് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ ശ്രീ ചിത്തിര തിരുനാളിനെ പ്രേരിപ്പിച്ച വ്യക്തിയായിരുന്നു സർ CP രാമസ്വാമി അയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ
എസ് പരമേശ്വര അയ്യരാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെട്ടത് ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെട്ട സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാത്ഭുതം, ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നിങ്ങനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ഗാന്ധിജി തൻ്റെ അവസാനത്തെ കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനമെന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവമെന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് സി രാജഗോപാല ആചാര്യാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ സ്പിരിച്വൽ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ മക്കളെ ടി കെ വേലുപിള്ളയാണ്. ടി കെ വേലുപിള്ളയാണ്, ഓർക്കുക. ഓക്കെ, ഇനി കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. മലബാർ ജില്ലാ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പാലക്കാട്ട് വെച്ച് നടന്നു. ആരുടെ അധ്യക്ഷതയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനി ബസന്റിൻ്റെ അധ്യക്ഷതയിലാണ് പാലക്കാട്ട് വെച്ച് നടന്ന ആദ്യ സമ്മേളനം 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ. ഓക്കെ, ഇനി ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് രാഷ്ട്രീയ സമ്മേളനമാണ് 1920 നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനം. ഇതിനെ നമുക്ക് 5ാം മലബാർ ജില്ലാ സമ്മേളനം എന്നുകൂടി വിളിക്കാം. 5ാം മലബാർ ജില്ലാ സമ്മേളനത്തിൻ്റെ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയത് ആനി ബസന്റും അനുയായികളുമാണ്. 5ാം മലബാർ സമ്മേളനത്തിൻ്റെ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയത്. കേരളത്തിലെ സൂററ്റ് എന്നറിയപ്പെടുന്നത് മഞ്ചേരിയിൽ നടന്ന 5ാം കോൺഗ്രസ് ജില്ലാ സമ്മേളനമാണ്. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ അവസാന സമ്മേളനം നടന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1920 മഞ്ചേരിയാണ്. 1ാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മലബാറിൽ നേതൃത്വം നൽകിയത് കെ പി കേശവ മേനോൻ, കെ പി രാമൻ മേനോൻ, മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്, കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി, എം പി നാരായണ മേനോൻ. നമുക്ക് ആ സമ്മേളനങ്ങളും വർഷങ്ങളും നടന്ന സ്ഥലവും അതിൻ്റെ അധ്യക്ഷനാരാന്നുള്ളതും മകളെ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ വർഷം 1916, സ്ഥലം പാലക്കാട്, അധ്യക്ഷനാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനി ബസന്റാണ്. ഓക്കെ, അപ്പോൾ ഇത് ഉറപ്പായും പഠിക്കണം. അപ്പോൾ മക്കളെ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 1ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം, 1ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1916, സ്ഥലം പാലക്കാട്, അധ്യക്ഷൻ ആനി ബസന്റ്. 2ാം മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം 1917 കോഴിക്കോട്, സി പി രാമസ്വാമി അയ്യർ. 3 1918 തലശ്ശേരി, ആസാദ് അലി ഖാൻ ബഹദൂർ. ഇനി 4ാമത്തെ ചോദിച്ചു കഴിഞ്ഞാൽ 1919 വടകര, കെ പി രാമൻ. 5ാമത്തെ 1920 മഞ്ചേരി, കസ്തൂരി രംഗ അയ്യരാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 5 മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളാണ് നടന്നത്. വർഷം എന്താണെന്നുള്ളതും നടന്ന സ്ഥലം എന്താണെന്നുള്ളതും അധ്യക്ഷൻ ആരാന്നുള്ളതും ഓർത്തു വച്ചോ, 1 മാർക്ക് സെറ്റാണ്. ഇനി നമുക്ക് കേരള ചരിത്രം, മാപ്പിള കലാപങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോകാം. കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനായിരുന്നു ലോഗൻ കമ്മീഷൻ എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി LGS സ്റ്റേജ് 1 2023 ചോദിച്ചു. പ്രധാന വസ്തുതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 1836 മുതൽ ചെറുതും വലുതുമായ ഒട്ടനവധി മാപ്പിള കലാപങ്ങൾ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത് ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണം, കുടിയൊഴിപ്പിക്കൽ, അന്യായമായ നികുതി പിരിവ്, ഉയർന്ന പാട്ടം. കലാപങ്ങളുടെ സാമാന്യ സ്വഭാവം എന്ന് പറയുന്നത് മാപ്പിളമാർ ഒറ്റയ്ക്കോ സംഘം ചേർന്നോ ജന്മിമാരെ കൊല്ലുകയും ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് കൈക്കൊണ്ട തെറ്റായ നികുതി നയമാണ് കലാപങ്ങളുടെ യഥാർത്ഥ കാരണമെന്ന് കണ്ടെത്തിയത് വില്യം ലോഗനായിരുന്നു. മലബാറിലെ മാപ്പിള ലഹളകളുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ മലബാർ കളക്ടറായിരുന്നു മകളെ വില്യം ലോഗൻ എന്ന് പറയുന്നത്. ജന്മിമാർ നിയമരഹിതമായി ബലപ്രയോഗത്തിലൂടെ കുടിയൊഴിപ്പിക്കുന്നതിൽ നിന്നും കുടിയാന്മാർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി നിലവിൽ വന്ന ആക്റ്റാണ് മലബാർ കുടിയാന്മ കുറി ചമയ ആക്ട് എന്ന് പറയുന്നത്. അതായത് മലബാർ കോമ്പൻസേഷൻ ഫോർ ടെനൻസ് ഇംപ്രൂവ്മെൻറ്റ് ആക്ട് ആണ് ഇത്.
കലാപം അടിച്ചമർത്തുന്നതിനായി രൂപീകരിച്ച പ്രത്യേക വിഭാഗം അല്ലെങ്കിൽ സേനയായിരുന്നു MSP. MSP എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് 1854, അതായത് മലബാർ സ്പെഷ്യൽ പോലീസ്. അപ്പോൾ മലബാർ എന്താണ് സ്പെഷ്യൽ പോലീസ് നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1854. തുടർച്ചയായ ഈ കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനായിരുന്നു വില്യം ലോഗൻ കമ്മീഷൻ. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HV കൊണോലി ആണെന്നുള്ളത് ഓർക്കുക. 1855 HV കൊണോലി എന്ത് ചെയ്യുന്നത്, വധിക്കപ്പെടുന്നത്. മലബാർ കലാപം നമുക്ക് നോക്കാം. മലബാർ കലാപത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പൂക്കോട്ടൂർ യുദ്ധമാണ്. പൂക്കോട്ടൂർ സംഭവം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു താഴെ പറയുന്നവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടാണ് പൂക്കോട്ടൂർ സംഭവം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് വാഗൺ ട്രാജഡി ഒന്ന് നോക്കിയാലോ. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തമാണ് ഏതെന്ന് പറയുന്നത്? വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 1921 നവംബർ 10. മലബാർ കലാപകാരികളുടെ ഗുഡ്സ് വാഗണിൽ നിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി 72 പേർ ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് ചരിത്രത്തിൽ വാഗൺ ട്രാജഡി എന്ന പേരിൽ അറിയപ്പെട്ടത്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് പോത്തന്നൂരാണ്. വാഗൺ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ചോദിച്ച ചോദ്യമാണ് സുമിത്ത് സർക്കാരാണ്. മകളെ ശ്രദ്ധിക്കുക, MSMLV 1711 എന്ന നമ്പർ കേരള സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രാധാന്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഗൺ ട്രാജഡി നടന്ന ഗുഡ്സ് വാഗണിൻ്റെ നമ്പറാണ്. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് HR നാപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. വാഗൺ ട്രാജഡിയിൽ മരിച്ചവരുടെ കുടുംബത്തിന് ഗവൺമെൻറ് അനുവദിച്ച നഷ്ടപരിഹാരമായിരുന്നു 300 രൂപ. ഓക്കെ, വാഗൺ ട്രാജഡി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് തിരൂരാണ്. വാഗൺ ട്രാജഡി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാ? തിരൂരാണ്. മലബാർ കലാപം എന്ന കൃതി രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ K. മാധവൻ നായർ. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കവിത ചോദിച്ചു കഴിഞ്ഞാൽ അത് ദുരവസ്ഥയാണ്. ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് M. ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് എഴുതിയ കൃതിയായിരുന്നു ചോദിച്ച ചോദ്യം സുന്ദരികളും സുന്ദരന്മാരും. ഉറൂബ് മലബാർ കലാപം പശ്ചാത്തലമാക്കി എഴുതിയ കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുന്ദരികളും സുന്ദരന്മാരും. നിയമലംഘന പ്രസ്ഥാനം കേരളത്തിൽ പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാത്ത വ്യക്തി താഴെ പറയുന്നവയിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് KB മേനോനാണ് പങ്കെടുക്കാത്ത വ്യക്തി. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, മൊയ്യാരത്ത് ശങ്കരൻ, P. കൃഷ്ണപിള്ള. ഓക്കെ, ഇനി ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നോക്കാം. 30-ലെ നിയമലംഘന പ്രസ്ഥാനത്തിന് ഭാഗമായി K. കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമലംഘനം ലംഘിച്ച സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ അത് പയ്യന്നൂരാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 1930. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം K. കേളപ്പനാണ്. ഓക്കെ, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ K. കേളപ്പൻ, K. മാധവൻ നായർ, E. മൊയ്തു മൗലവി. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനും P. കൃഷ്ണപിള്ളയുമാണ്. ഓക്കെ, പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TR കൃഷ്ണസ്വാമി അയ്യരാണ്. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്തി മരണപ്പെട്ട സത്യാഗ്രഹിയായിരുന്നു PC കുഞ്ഞിരാമൻ അടിയോടി. 1930-ൽ K. കേളപ്പൻ്റെ നേതൃത്വത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷമെന്നാണെന്ന് ചോദിച്ചാൽ 1930-ലാണ്. കേരളത്തിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു 1930 ഏപ്രിൽ 13. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പയ്യന്നൂർ, കണ്ണൂർ, ബേപ്പൂർ, കോഴിക്കോട്. അപ്പോൾ ഓർത്തു വച്ചോ, കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രങ്ങൾ പയ്യന്നൂരും ബേപ്പൂരുമാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയായ സ്ഥലമാണ് മകളെ പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പയ്യന്നൂരാണ്. അപ്പോൾ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂർ. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം ഏത് സത്യാഗ്രഹ മാർച്ചിൻ്റെ ഗാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെയാണ്.
വരിക വരിക സഹചരെ. വരികൾ ആരാണ് ചിട്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ ആരുടെയാണ് എന്ന് ചോദിച്ചാൽ അംശി നാരായണ പിള്ള. ഓക്കെ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ കെ കേളപ്പനോടൊപ്പം പങ്കെടുത്തവർ എത്ര പേരാണെന്ന് ചോദിച്ചാൽ മക്കളെ 32 പേരാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ കെ കേളപ്പനോടൊപ്പം പങ്കെടുത്തത് 32. കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് 30 ഏപ്രിൽ 13 എന്നുള്ളത് ഓർക്കുക. 30 ഏപ്രിൽ 13. ഉപ്പ് സത്യാഗ്രഹ ജാഥ പയ്യന്നൂരിലേക്ക് എത്തിയത് 1930 ഏപ്രിൽ 21. കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചതെന്നാണെന്ന് ചോദിച്ചാൽ 1930 ഏപ്രിൽ 23. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം പോലീസ് അടിച്ചമർത്തിയത് 1930 മെയ് 12. ഓക്കെ. കെ കേളപ്പൻ അറസ്റ്റ് വരിക്കപ്പെട്ടതിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുയ്യാരത്ത് ശങ്കരനാണ്. ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉളിയത്ത് കടവ് പയ്യന്നൂരാണ്. ഓക്കെ. അടുത്ത നമുക്ക് നോക്കാം നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1951 ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ ഈഴവ മെമ്മോറിയൽ, തെറ്റ്. 1896 ബാരിസ്റ്റർ JP പിള്ളയുടെ നേതൃത്വത്തിൽ മലയാളി മെമ്മോറിയൽ, തെറ്റ്. 1932 സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായം ചേർന്ന് നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. 32 വെരി വെരി കറക്റ്റ്. അപ്പം 3 മാത്രമാണ് നിലവിൽ ശരി. ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി 13,176 പേർ ഒപ്പിട്ട ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിലാണ് ആരാണ് 13,176 പേർ ഒപ്പിട്ട ഹർജി ഡോക്ടർ പൽപുവിൻ്റെ നേതൃത്വത്തിൽ 1896 സമർപ്പിച്ചു. ഇതാണ് ഏതെന്ന് പറയുന്നത് ഈഴവ മെമ്മോറിയൽ. 1891 ബാരിസ്റ്റർ JP പിള്ളയുടെ നേതൃത്വത്തിൽ 10,028 പേർ ഒപ്പിട്ട നിവേദനം ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. ഇതാണ് മലയാളി മെമ്മോറിയൽ. താഴെ നൽകിയിരിക്കുന്നവരിൽ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം? ഓക്കെ, നോക്കിയേ. അതായത് 1, 2, 4 ഇതിൽ ശരിയെന്ന് പറയുന്നത്. അപ്പോൾ 1, 2, 4 NV ജോസഫ്, C കേശവൻ, അതേപോലെ TM വർഗീസ്. ഓക്കെ. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാ അനുപാതികമായി സംവരണം വേണമെന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ 1932 ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭമെന്ന് പറയുന്നത്. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി. അഖില തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതിയുടെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ C കേശവൻ, NV ജോസഫാണ്. ജാഥകൾ, സ്ഥലം, നേതൃത്വം നൽകിയത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്തു വച്ചോ. യാചനായാത്ര നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1931. എവിടെയാണ് യാചനായാത്ര? എവിടെ മുതൽ എവിടെ വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ ചന്ദ്രഗിരിപ്പുഴയാണ് യാചനായാത്ര. നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VT ഭട്ടതിരിപ്പാട്. ഓക്കെ. അടുത്ത് നോക്കിയേ. സാമൂഹ്യ പരിഷ്കരണ ജാഥ 1968 കാഞ്ഞങ്ങാട് ചെറുവത്തൂർ VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ. പട്ടിണി ജാഥ 1936 കണ്ണൂർ മദ്രാസാണ് AK ഗോപാലൻ. ക്ഷേത്രജാഥ കണ്ണൂർ ഗുരുവായൂർ AK ഗോപാലനാണ്. മലബാർ ജാഥ, അടുത്തത് മലബാർ ജാഥയാണ് കോഴിക്കോട് തിരുവിതാംകൂർ AK ഗോപാലനാണ് മലബാർ ജാഥ നയിച്ചത്. മലബാർ ജാഥ കോഴിക്കോട് മുതൽ തിരുവിതാംകൂർ വരെ നയിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ആരാണ്? AK ഗോപാലൻ്റെ നേതൃത്വത്തിലാണ്. കർഷക ജാഥ 1960 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നയിച്ചത് AK ഗോപാലൻ. അടുത്ത് നോക്കിയേ. സവർണ ജാഥ വൈക്കം തിരുവനന്തപുരം നടത്തിയത് ആരാ? മന്നത്ത് പത്മനാഭൻ. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. സവർണ ജാഥ വൈക്കം തിരുവനന്തപുരമാണ്, മന്നത്ത് പത്മനാഭൻ. അടുത്ത് നോക്കിയേ. ജീവശിഖ ജാഥ 1959 അങ്കമാലി തിരുവനന്തപുരം, മന്നത്ത് പത്മനാഭൻ. അടുത്ത് നോക്കിയേ. രാജധാനി ജാഥ തമ്പാനൂർ കവടിയാർ, അക്കമ്മ ചെറിയാനാണ്. യുദ്ധവിരുദ്ധ ജാഥ മാരമൻ ആണ്, കുളത്തൂർ കുന്നത്ത് പൊയ്കേൽ യോഹന്നാൻ. ഓക്കെ. അപ്പോൾ ഏതാണ് നമ്മുടെ ഏതാണ്? രാജധാനി കഴിഞ്ഞു. യുദ്ധവിരുദ്ധ ജാഥ മാരംകുളം, അതേപോലെ തന്നെ എന്താണ്
കുളത്തൂർ കുന്ന്. ഓക്കെ, അപ്പോൾ യുദ്ധവിരുദ്ധ ജാഥ എവിടെ മുതലാ? യെസ്. അപ്പോൾ മാരംകുളം മുതൽ കുളത്തൂർ കുന്ന് വരെയാണ് പൊയ്കയിൽ യോഹന്നാൻ. കർഷക ജാഥ പാലക്കാട് സബർമതി ആനന്ദ തീർത്ഥനാണ്. ഓക്കെ, പാലക്കാട് സബർമതി. ഓക്കെ, ഇനി ഉപ്പ് സത്യാഗ്രഹ ജാഥ പാലക്കാട് പയ്യന്നൂർ. ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യരാണ്. ഓക്കെ, യെസ്. അടുത്ത് നമുക്ക് നോക്കാം വൈദ്യുതി പ്രക്ഷോഭം. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഒത്തിരി തവണ ചോദിച്ചാൽ തൃശ്ശൂരാണ്. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെയാണെന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. തൃശ്ശൂർ 1936. ഓക്കെ, ഇനി തൃശ്ശൂരിൽ വൈദ്യുതി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷൺമുഖം ചെട്ടിയായിരുന്നു. ഷൺമുഖം ചെട്ടിക്കെതിരായി നടത്തിയ പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം. ഓക്കെ, അപ്പോൾ തൃശ്ശൂരിൽ വൈദ്യുതി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാനാണ് ആരെന്ന് പറയുന്നത്? ഷൺമുഖം ചെട്ടി. അദ്ദേഹത്തിനെതിരായി നടത്തിയ പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം. തൃശ്ശൂരിൽ വൈദ്യുതി വിതരണം നടത്തിയ സ്വന്തമാക്കിയ കമ്പനിയാണ് മദ്രാസിലെ ചാന്ദ്രി കമ്പനി. പിന്നീട് ഇത് തൃശ്ശൂർ കോർപ്പറേഷൻ ഏറ്റെടുക്കുകയും ചെയ്തു. വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1936. കേരളത്തിലെ ജനകീയ സമരങ്ങളിലേക്ക് ക്രിസ്ത്യാനികൾ പങ്കെടുക്കുവാൻ തുടങ്ങിയ സമരമാണ് വൈദ്യുതി പ്രക്ഷോഭം. വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരാണ് AR മേനോൻ, ഇക്കണ്ട വാര്യർ, അതേപോലെ തന്നെ ഇയുണ്ണി. ഓക്കെ, അപ്പോൾ വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AR മേനോനുണ്ട്, ഇക്കണ്ട വാര്യരുണ്ട്, ഇയുണ്ണിയുണ്ട്. ഓക്കെ, അടുത്തത് കയ്യൂർ സമരം. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. ഏതൊക്കെയാണ്? അതായത് കുഞ്ഞമ്പു നായരുണ്ട്, ചിരുക്കണ്ടനുണ്ട്, KCS മണി ഇതിൻ്റെ അകത്ത് ഇല്ലാത്ത ഓപ്ഷനാണ്. ഓക്കെ, അടുത്തത് കയ്യൂർ സമരം നടന്ന വർഷം എന്നാ മക്കളെ? 1941 മാർച്ച് 28 കയ്യൂർ സമരം നടന്നത്. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട ബാക്കി വസ്തുതകളൊന്ന് നോക്കിയാലോ? കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്തത്തിനെതിരെ നടത്തിയ സമരങ്ങൾ അറിയപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത്? കയ്യൂർ സമരം. അപ്പോൾ കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്തത്തിനെതിരെ നടത്തിയ സമരങ്ങൾ അറിയപ്പെട്ടതാണ് കയ്യൂർ സമരം. കയ്യൂർ സമരത്തെ തുടർന്ന് 4 പേരെ തൂക്കിലേറ്റിയത് 1943 മാർച്ച് 29. കയ്യൂർ സമരത്തെ തുടർന്ന് തൂക്കിലേറ്റപ്പെട്ടവർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാ മക്കളെ? മഠത്തിൽ അപ്പു, കോയിത്താറ്റിൽ ചിരുക്കണ്ടൻ, അതേപോലെ തന്നെ പൊടോര കുഞ്ഞമ്പു നായർ, പള്ളിക്കൽ അബൂബക്കറാന്നുള്ളത് ഓർക്കുക. കയ്യൂർ സമരം നടന്ന ജില്ല ബേസ് ലെവലായിട്ട് ചോദിക്കാം, കാസർഗോഡ്. കയ്യൂർ സമരം നടന്ന നദീതീരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ? കാസർഗോട്ടെ കരിയങ്കോട് നദിയിൽ വച്ചാണ് കയ്യൂർ സമരം നടന്നത്. 2016 75-ാം വാർഷികം ആഘോഷിച്ചത് ഏത് സമരത്തിൻ്റെയാ? യെസ്, കയ്യൂർ സമരം. സമരക്കാരിൽ നിന്നുള്ള ആക്രമണത്തെ തുടർന്ന് പുഴയിൽ ചാടി മരിച്ച പോലീസുകാരനാണ് സുബ്ബരായർ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് ആരാണ്? നിരഞ്ജന. കയ്യൂരും കരുവള്ളുവരും എന്ന കൃതി രചിച്ചത് AV കുഞ്ഞമ്പുവാണ്. കയ്യൂർ സമരചരിത്രം എന്ന കൃതി രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? VV കുഞ്ഞമ്പുവാണ്. തെറ്റിപ്പോവരുത്. ഓക്കെ, കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ മീനമാസത്തിലെ സൂര്യനാണ്. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് EK നായനാർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തു വയ്ക്കണം. അടുത്തതാണ് കീഴരിയൂർ ബോംബ് കേസ്. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ഏതാണ്? ഇങ്ങനെ തന്നെ PSC ചോദിച്ചേണ്ട, തെറ്റിക്കരുത് മക്കളെ. കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കീഴരിയൂർ ബോംബ് ആക്രമണമാണ്. കീഴരിയൂർ ബോംബ് ആക്രമണം നടന്ന ജില്ല കോഴിക്കോട്. നടന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 42 നവംബർ 17. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രമുഖ വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ KB മേനോൻ, അതേപോലെ തന്നെ കുഞ്ഞിരാമ കിടാവ്. 1942 നവംബർ 9 എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? വിധ്വംസക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു 1942 നവംബർ 9. KB മേനോൻ
അതേപോലെ തന്നെ ഓർക്കോട്ട് മാധവൻ നായരുടെ വീട്ടിൽ കൂടിയ മീറ്റിങ്ങിൽ വച്ചാണ് ഇങ്ങനെ തീരുമാനമെടുത്തത്. കീഴരിയൂർ ബോംബ് കേസിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ചോദിച്ചേക്കണതാണ്. ഡോക്ടർ കെ ബി മേനോനാണ് കീഴരിയൂർ ബോംബ് കേസിൻ്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെട്ടത്. ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ഡോക്ടർ കെ ബി മേനോനാണ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവാണ് ഡോക്ടർ കെ ബി മേനോൻ എന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കീഴരിയൂർ ബോംബ് കേസാണ്. ഓക്കെ, യെസ്. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതായത് ജനനം 1917 മെയ് 25 വക്കം അബ്ദുൽ ഖാദറിൻ്റെ ജനനം. ജന്മസ്ഥലം ചിറയൻകീഴ്, തിരുവനന്തപുരം. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സന്ദേശങ്ങളിൽ ആകൃഷ്ടനായി INA ചേർന്ന ധീരനായ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ. വക്കം അബ്ദുൽ ഖാദർ മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടിയ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ കടയ്ക്കാവൂർ റെയിൽവേ സ്റ്റേഷനാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിജി കേരളത്തിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തെ കാണുന്നത്. വക്കം അബ്ദുൽ ഖാദർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ കാരണമായ സംഘടന ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ്. മലപ്പുറം ജില്ലയിലെ താനൂർ കടപ്പുറത്ത് നിന്നും ബ്രിട്ടീഷ് അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷ നൽകിയ ഇന്ത്യൻ നാഷണൽ ആർമിയിലെ ഭടനാണ് വക്കം അബ്ദുൽ ഖാദർ. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇദ്ദേഹത്തെ തൂക്കിലേറ്റിയ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് 1943 സെപ്റ്റംബർ 10, അതായത് 26ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നത്. വക്കം അബ്ദുൽ ഖാദറെ തൂക്കിലേറ്റിയ ജയിലാണ് മദ്രാസ് സെൻട്രൽ ജയിൽ. ഓക്കെ, അടുത്തത് പുന്നപ്ര വയലാർ സമരം. നമുക്ക് പറയാം തുലാം 10 സമരം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാ? പുന്നപ്ര വയലാർ സമരമാണ് തുലാം 10 സമരം എന്ന പേരിൽ അറിയപ്പെട്ടത്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിനെതിരെ നടന്ന സമരം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാ? പുന്നപ്ര വയലാർ സമരമാണ്. നമുക്ക് നോക്കാം പുന്നപ്ര വയലാർ സമരം. വിവരണം: സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അതേപോലെ തന്നെ അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. ഓക്കെ, അപ്പോൾ എന്താണ് നിലവിൽ പുന്നപ്ര വയലാർ സമരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. നടന്ന വർഷം 1946. നടന്ന ജില്ല ഏതാ? ആലപ്പുഴ ജില്ലയിലാണ് ഏത് നടക്കുന്നത്? ഈ പറയുന്ന നമ്മുടെ പുന്നപ്ര വയലാർ സമരം നടന്നത്. മറ്റൊരു പേരാണ് തുലാം 10 സമരം എന്നറിയപ്പെട്ടതും ഏത് തന്നെയാ? പുന്നപ്ര വയലാർ സമരമാണ്. തുലാം 10 സമരം എന്ന പേരിൽ അറിയപ്പെട്ടു. നേതൃത്വം നൽകിയത് കെ ശങ്കരനാരായണൻ തമ്പി, TV തോമസ്, അതേപോലെ തന്നെ പത്രോസ്, സുഗതൻ, CK കുമാരപ്പണിക്കർ. ഭരണാധികാരി അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് CP രാമസ്വാമി അയ്യരാണ്. അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാൻ CP രാമസ്വാമി അയ്യർ. മുദ്രാവാക്യമായിരുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രക്തസാക്ഷി മണ്ഡപം പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ്. പ്രമുഖ പങ്കാളിയാണ് സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. സാഹിത്യം: പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ VK മോഹൻകുമാർ എഴുതിയ 2018 വയലാർ അവാർഡ് നേടിയ കൃതിയാണ് ഉഷ്ണരാശി കരപ്പുറത്തിൻ്റെ ഇതിഹാസം. ഓർത്തുവച്ചോ, ഇമ്പോർട്ടൻ്റ്. പൗരസ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടി നടത്തിയ സമരം ഇവയിൽ ഏതാണ്? നിവർത്തന പ്രക്ഷോഭം, ഈഴവമൂലൽ, പുന്നപ്ര വയലാർ സമരം, അതേപോലെ തന്നെ അഞ്ചുതെങ്ങ് കലാപം. ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ മക്കളെ? 1946. കേരള ചരിത്രം ബന്ധപ്പെട്ട മുൻ ചോദ്യങ്ങൾ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളതിൽ ശരിയല്ലാത്തത് ഏതാണ്? വൈക്കം സത്യാഗ്രഹം TK മാധവൻ, പാലിയൻ സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ, ഗുരുവായൂർ സത്യാഗ്രഹം കെ കേളപ്പൻ. ഏതാണ്? ആൻസർ 2 മാത്രമാണ് നിലവിൽ ശരിയെന്ന് പറയുന്നത്. പാലിയം സത്യാഗ്രഹം വക്കം അബ്ദുൽ ഖാദർ. ഓക്കെ, പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക. വാഗൺ ട്രാജഡി, മലബാർ കലാപം, പുന്നപ്ര വയലാർ, അമേരിക്കൻ മോഡൽ അറബിക്കടൽ, സവർണജാഥ, ഗുരുവായൂർ സത്യാഗ്രഹം, മന്നത്ത് പത്മനാഭൻ. അപ്പോൾ ഇതിൻ്റെ അത് ഏതാണ് നിലവിൽ? ക്ഷേത്രപ്രവേശന മൂലം ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ. ഏതാണ്? അതായത് നിലവിൽ ഏതാണ് ഇതിൻ്റെ അകത്ത് ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ C ആണ്. ഓൺലി 3ഉം 4ഉമാണ് ഇതിൽ ശരിയെന്ന് പറയുന്നത്. ഓക്കെ, താഴെ പറയുന്നവയിൽ ശരിയായ കാലഗണന ക്രമത്തിലുള്ളത് കണ്ടെത്തുക.
ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം. അതേപോലെ തന്നെ പാലിയം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം. ഇതിൻ്റെ അകത്ത് ആൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മക്കളെ ഇതിൻ്റെ അകത്ത് ആൻസർ വരുന്നത്? അതായത് നിലവിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓരോന്നിൻ്റെയും എന്താണ് വർഷം എടുക്കുക, അത് എന്നാണ് ആദ്യം വന്നത് എന്നുള്ളത് നോക്കണം. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഓരോന്നിൻ്റെയും വർഷം പഠിക്കണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്ന ഏതാ മക്കളെ? വൈക്കം സത്യാഗ്രഹമാണ്. അതായത് 1924 വൈക്കം സത്യാഗ്രഹം. അത് കഴിഞ്ഞാൽ രണ്ടാമത് വരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം 1931. അത് കഴിഞ്ഞാൽ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന 1936. അത് കഴിഞ്ഞാൽ 47 ഏത് വരുന്നത്? പാലിയം സത്യാഗ്രഹം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. വൈക്കം 1924, ഗുരുവായൂർ 1931, ക്ഷേത്രപ്രവേശനം 36, പാലിയം 1947. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന ക്രമത്തിൽ രേഖപ്പെടുത്തിയ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്? അതായത് പൂക്കോട്ടൂർ യുദ്ധം വരുന്നുണ്ട്, അതേപോലെ തന്നെ എന്താണ് നിവർത്തന പ്രക്ഷോഭം വരുന്നുണ്ട്, അത് കഴിഞ്ഞാൽ കയ്യൂർ സമരം, അത് കഴിഞ്ഞാലാണ് ഏതെന്ന് പറയുന്നത് പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ 2023 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അടുത്ത താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഘടനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ്. വീണ്ടും അങ്ങനത്തെ ചോദ്യം വന്നിട്ടുണ്ട്. അത് ഏതാണ് നമ്മുടെ ആൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? അതായത് പുന്നപ്ര വയലാർ സമരം, തിരുക്കൊച്ചി സംയോജന രൂപീകരണം, വാഗൺ ട്രാജഡി, കയ്യൂർ ലഹള. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി വർഷവും അതേപോലെ തന്നെ നടന്ന സംഭവവും അതിൻ്റെ നേതാക്കളും ഒന്ന് നോക്കാം. 1793 മുതൽ 97 വരെയാണ് ഒന്നാം പഴശ്ശി വിപ്ലവം. നേതാവ് പഴശ്ശിരാജ. 1800 to 1805 രണ്ടാം പഴശ്ശി വിപ്ലവം. നേതാവ് പഴശ്ശിരാജ. 1809 കുണ്ടറ വിളംബരം നടത്തിയത് വേലുതമ്പി ദളവ. 1812 കുറിച്യർ കലാപം. അപ്പോൾ വയനാട്ടിലെ ആദിവാസികൾ നടത്തിയ കലാപമാണ് കുറിച്യർ കലാപം. കുറിച്യർ, കുറുമ്പർ എന്നീ ആദിവാസി വിഭാഗങ്ങൾ. 1891 മലയാളി മെമ്മോറിയൽ GP പിള്ള. 96 ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പു. 17 തളിക്ഷേത്ര പ്രവേശനം KP കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ, C കൃഷ്ണൻ. 19 പൗരസമത്വവാദ പ്രക്ഷോഭം TK മാധവൻ, NV ജോസഫ്, AJ ജോൺ. ഓക്കെ, ഇനി വാഗൺ ട്രാജഡി 1924 വൈക്കം സത്യാഗ്രഹം TK മാധവൻ, CV കുഞ്ഞിരാമൻ, അതേപോലെ തന്നെ K കേളപ്പൻ, KP കേശവമേനോൻ. 1926 ശുചീന്ദ്രൻ സത്യാഗ്രഹം MA നായിഡു, HM പെരുമാൾ പണിക്കർ, അതേപോലെ ഗാന്ധിദാസ്, PC നാണുമാലായ പെരുമാൾ. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ ഒന്ന് നോക്കി വച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹ ഏതു കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ നോക്കിയേ, ഏതാണ്? നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ടാണ് ഏത് കിടക്കുന്നത്? വയനാട്ടിലെ എടക്കൽ ഗുഹ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. നവീന ശിലായുഗത്തിൻ്റെ ഭാഗമായി ചരിത്രാതീത ചിത്രകലയും മറ്റ് കലാപ്രവർത്തനങ്ങളും ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഗുഹയാണ് ഏതെന്ന് പറയുന്നത്? എടക്കൽ ഗുഹ. മറയൂർ ഇടുക്കി, എടക്കൽ വയനാട്, തോവേരി അമ്പലവയൽ, അതേപോലെ അങ്കോട് നെയ്യാറ്റിൻകര താലൂക്ക്, അതേപോലെ തന്നെ എന്താണ് തെന്നല കൊല്ലം. കേരളത്തിലെ കനത്ത വർഷപാതവും നിബന്ധ വനങ്ങളും നിർലോഭമായ തുണ്ടുപ്രദേശങ്ങളും വെള്ളാരം കല്ലുകളുടെ അഭാവവും അടക്കമുള്ള വാസയോഗ്യമല്ലാത്ത പാരിസ്ഥിതിക ഘടകങ്ങൾ ശിലായുഗ മനുഷ്യർക്ക് ഈ പ്രദേശത്തോടുള്ള താല്പര്യം കുറിച്ചിട്ടുണ്ടാകാം എന്ന് അഭിപ്രായപ്പെട്ടത് റോബർട്ട് ബ്രൂസ് ഫൂട്ടാണ്. ഓക്കെ, ഇന്ത്യയിൽ ചരിത്രാതീത കാല പഠനം ആരംഭിക്കുന്നത് 1863 ബ്രൂട്ട് ഫ്രൂട്ട് മദ്രാസിലെ പല്ലാവരത്ത് പുരാതന ശിലായുധങ്ങൾ കണ്ടെത്തിയതു കൂടിയാണ്. ഇനി പത്മനാഭൻ തമ്പി 1973 സൂക്ഷ്മശിലായുധങ്ങളും മധ്യശിലായുധങ്ങളും ഗുഹാചിത്രങ്ങളും കണ്ടെത്തിയത്. ഇടുക്കിയിലെ മറയൂരിൽ നിന്ന് P രാജേന്ദ്രൻ 1974 ഒരു പുരാതന ശിലായുഗ ഉപകരണം കണ്ടെത്തിയത്. പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴയിൽ നവീന ശിലായുഗ കോടാലികൾ കണ്ടെത്തിയത്. താമരശ്ശേരി 1975, പുതാടി 1978, പറമ്പിക്കുളം 1983. 1989 P രാജേന്ദ്രൻ നവീന ശിലായുഗത്തിൽ ഒരു കോടാലി കണ്ടെത്തി. മൺട്രോ തുരുത്തിൽ നിന്ന് കല്ലട നദീതട പ്രദേശം കൊല്ലം ജില്ല. ഇനി 2008 സൂക്ഷ്മ ശിലായുധങ്ങൾ കണ്ടെത്തിയ പ്രദേശമാണ് പാലക്കാട് ജില്ലയിലെ ആനക്കരയിൽ. ഓക്കെ, ഇനി നമുക്ക് പ്രധാന ശാസനങ്ങളിലേക്ക് പോകാം മക്കളെ.
ഉറപ്പായും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. വാഴപ്പള്ളി ശാസനം ആരായിരുന്നു? വാഴപ്പള്ളി ശാസനം എഴുതിയത് രാജശേഖരവർമ്മനാണ്. വാഴപ്പള്ളി ശാസനം രാജശേഖരവർമ്മൻ. തരിസാപ്പള്ളി ശാസനം അയ്യനടികൾ തിരുവടികളാണ്. പാലിയം ശാസനം വിക്രമാദിത്യ വരഗുണൻ. മാമ്പള്ളി ശാസനം ശ്രീ വല്ലഭൻ കോതയാണ്. ജൂതശാസനം ഭാസ്കര രവിവർമ്മ. തിരുനെല്ലി ശാസനം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാസ്കര രവിവർമ്മയാണ്. തിരുനെല്ലി ശാസനം. അതേപോലെ മണലിക്കര ശാസനം രവി കേരളവർമ്മനാണ്. തിരുവതി ശാസനം ആരാണ്? അത് വീരരാമവർമ്മയാണ്. ചോക്കൂർ ശാസനം ഗോദ രവിവർമ്മ. ഹജൂർ ശാസനമാണ് കരുനന്ദടക്കൻ. ഓക്കെ, ഇനി 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇന്ത്യയിലെ ഒരു പ്രധാന വംശാവലി ചരിത്രമാണ്. ഏതാണ് ഗ്രന്ഥമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമ്മുടെ എന്താണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. മൂഷക വംശകാവ്യമാണ്. മൂഷക വംശകാവ്യം എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതുലനാണ്. തുഫത്തുൽ മുജാഹിദീൻ മഖ്ദൂം, അതായത് തിരുത്തി വായിക്കുക, ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ്. ഓക്കെ, അതായത് ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ് തുഫത്തുൽ മുജാഹിദീൻ എഴുതിയത്. കേരളപ്പഴമ ഹെർമൻ ഗുണ്ടട്ടാണ്. അത് ശരിയായ ജോഡി കണ്ടെത്താനാണ് കേട്ടോ. കേരള സിംഹം CV രാമൻപിള്ള. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏതാണ് ശരിയായത്? 1ഉം 3ഉമാണ് ശരിയായത്. അതായത് മൂഷവംശം അതുലൻ ശരിയാണ്. കേരളപ്പഴമ ആരാണ്? ഹെർമൻ ഗുണ്ടട്ടാണ് എന്നുള്ളതാണ് നിലവിൽ ശരിയായിട്ടുള്ളത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ചരിത്രപരമായി പ്രാധാന്യമർഹിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മൂഷക വംശകാവ്യം അല്ലെങ്കിൽ മൂഷക വംശമാണ്. ചരിത്രപരമായി പ്രാധാന്യമർഹിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ മൂഷക വംശകാവ്യമാണ്. അതായത് മൂഷക വംശമാണ് ചരിത്രപരമായി പ്രാധാന്യമർഹിക്കുന്ന ആദ്യത്തെ കേരളീയ കൃതി. കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ രാജവംശാവലി ചരിത്രമാണ് 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഏതെന്ന് പറയുന്നത് മൂഷക വംശകാവ്യം. കണ്ണൂർ ജില്ലയിലെ ഏഴിമലയിലെ മൂഷക വംശ പരമ്പരയായ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട ഒരു അർദ്ധചരിത്ര ദിനാവൃത്താന്തമാണ് മൂഷക വംശകാവ്യം. മൂഷക വംശകാവ്യത്തിൽ ഉൾക്കൊള്ളുന്ന അധ്യായങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ 15 എണ്ണമാണ്. വംശചരിത്രത്തിൻ്റെയും പ്രാദേശിക ചരിത്രത്തിൻ്റെയും കേരളത്തിൽ നിന്ന് ലഭ്യമായ ഏറ്റവും പഴക്കമേറിയ കൃതിയാണ് മൂഷക വംശകാവ്യമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂഷക വംശകാവ്യത്തിൻ്റെ കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് അതുലനാണ്. കേരളപ്പഴമ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് ഹെർമൻ ഗുണ്ടട്ട്. കേരളപ്പഴമ ഹെർമൻ ഗുണ്ടട്ട്. മധ്യകാല കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക ചരിത്രമെന്ന കൃതി പ്രതിപാദിക്കുന്നത് തുഫത്തുൽ മുജാഹിദീൻ രചിച്ച ഷൈഖ് അല്ലെങ്കിൽ ഷൈഖ് സൈനുദ്ദീനാണ് ഇത് രചിച്ചത്. അപ്പോൾ തുഫത്തുൽ മുജാഹിദീൻ ഷൈഖ് സൈനുദ്ദീൻ. കേരള സിംഹം രചിച്ചത് സർദാർ KM പണിക്കറാണ്. കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ചോദിച്ച ചോദ്യമാണ് കേട്ടോ. 10 കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് 10. സംഘകാലഘട്ടത്തിലെ ചേര രാജാക്കന്മാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് 10. 10 എന്ന സംഘകാല കവിതകൾ ക്രോഡീകരിച്ച കവി ആരാണെന്ന് ചോദിച്ചാൽ മക്കളെ കപിലറാണ്. നാട്ടുപുറങ്ങളിൽ ലഭ്യമായ മധുരം കിനിയുന്ന ചക്കച്ചുളയെപ്പറ്റി പരാമർശിക്കുന്നത് പഴന്തമി പാട്ടുകളിലാണ്. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന കറി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടരൊപ്പ് എന്നിവ സൂചിപ്പിക്കുന്ന കുരുമുളകിൻ തോട്ടമാണ്. ഓക്കെ, ഇനി അടുത്തത് സംഘകാല കൃതികളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ നൃത്തരൂപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവാതിരയാണ്. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്ന പ്രധാന കാർഷിക വിഭവങ്ങളിലൊന്നാണ് ചക്ക. ചക്ക സമൃദ്ധമായി ലഭിച്ചിരുന്നു എന്ന് പരാമർശിക്കുന്ന നിലം ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറിഞ്ചിയാണ് ഉള്ളത്, ഓർത്തു വയ്ക്കുക. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുള്ള കേരളത്തിലെ ഒരു പഴവർഗ്ഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ചക്കയാണ്. ഓക്കെ, എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലത്ത് നടത്തിയ ഖനനമാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നതിനുള്ള തെളിവുകൾ നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറവൂർ പട്ടണത്തിൽ നടത്തിയ ആ ഒരു ഖനനമാണ് എന്നുള്ളത് ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തുള്ള പട്ടണം എന്ന സ്ഥലത്ത് നിന്നാണ് പ്രാചീന തമിഴകത്തിന് റോമുമായി പേർഷ്യൻ രാജ്യങ്ങളുമായും ഉണ്ടായിരുന്ന കച്ചവട ബന്ധത്തെക്കുറിച്ച് തെളിവുകൾ ലഭിച്ചത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ പ്രാചീന തമിഴകത്തിന് എന്താണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി ഉണ്ടായിരുന്ന കച്ചവട ബന്ധത്തെക്കുറിച്ചുള്ള പുതിയ
അറിവുകൾ ലഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തുള്ള പട്ടണത്ത് നടത്തിയ ആ ഒരു ഖനനത്തിൽ നിന്നാണ്. ഓക്കെ, പ്രധാന തെളിവുകളാണ് അംഫോറ ആഭരണങ്ങളുടെ അവശിഷ്ടം, അതേപോലെ തന്നെ റോമൻ ഗ്ലാസുകൾ. റോമാക്കാർ പ്രാചീന തമിഴകത്ത് നിന്ന് പ്രധാനമായും കൊണ്ടുപോയിരുന്നത് കുരുമുളകും മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളുമായിരുന്നു. സംഘ സാഹിത്യത്തിൽ ഗ്രീക്ക് റോമൻ പശ്ചിമേഷ്യൻ വ്യാപാരികളെ സൂചിപ്പിക്കാനായി ഉപയോഗിച്ചിരുന്ന പദമായിരുന്നു യവനർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഗ്രീക്കുകാരെ നമ്മൾ വിളിച്ചിരുന്നത് ഏത് പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ യവനർ എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. ഇനി നമുക്ക് കൃതികളും അവരുടെ രചയിതാക്കളും നോക്കാം. തിരുക്കുറൽ ആരാണ് രചിച്ചത്? തിരുവള്ളുവരുടെയാണ് തിരുക്കുറൽ. തിരുക്കുറൽ തിരുവള്ളുവർ. തോൽക്കാപ്പിയം തോൽക്കാപ്പിയർ. ജീവക ചിന്താമണി അത് തിരുത്തക്കൈ തേവരാണ്. മധുരൈക്കാഞ്ചി മാങ്കുടി മരുതൻ്റെയാണ്. കലിംഗത്തുവരണി എന്താണ്? ജയങ്കൊണ്ടോർ. ഓക്കെ, ഇനി അകനാനൂര് ആരെയാ? രുദ്രവർമ്മനാണ്. ഇനി നളവെൺപ പുകഴേന്തിയാണ്. അതേപോലെ തന്നെ ചിലപ്പതികാരം ഇളങ്കോവടികൾ. അതേപോലെ തന്നെ മണിമേഖല സാത്തനാർ. കമ്പരാമായണമാണ് കമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. അതായത് ഉറപ്പായും ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ പ്രാചീന കേരളത്തിലെ തിണകൾ, ഐന്തിണകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. കുറിഞ്ചി പർവ്വത പ്രദേശവും മുല്ല എന്ന് പറയുന്നത് പുൽമേടും കുന്നും ഉള്ള പ്രദേശത്തെയാണ്. നെയ്തൽ എന്ന് പറയുന്നത് കടൽ തീരമാണ്. മരുതം എന്ന് പറയുമ്പോൾ വയൽ പ്രദേശവും, അതേപോലെ തന്നെ പാലെ എന്ന് പറയുന്നത് എന്താണ്? പാഴ്പ്രദേശത്തെ സൂചിപ്പിക്കാനാണ് പാലെ എന്ന് പറയുന്ന പ്രദേശം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വച്ചേക്കുക ഐന്തിണകൾ ഏതാണെന്നുള്ളതും അവ ഏതൊക്കെയാണെന്നുള്ളതും അവ സൂചിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും മക്കളെ ഒന്ന് അറിഞ്ഞു വച്ചേക്കുക. ഓക്കെ, ഇനി നമുക്ക് ഐക്യ കേരള പ്രസ്ഥാനത്തിലേക്ക് കടക്കാം. ഓക്കെ, ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം സ്ഥലം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എവിടെയാ? യെസ്, ഒറ്റപ്പാലമാണ്. വർഷം 1921 ഏപ്രിൽ 23 മുതൽ ഏപ്രിൽ 26 വരെയായിരുന്നു ആ ഒരു സമ്മേളനത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത്. അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാരിസ്റ്റർ ടി പ്രകാശമാണ്. ഇദ്ദേഹത്തെ ആന്ധ്ര കേസരി എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ഒരുമിച്ച് പങ്കെടുത്ത ആദ്യ സമ്മേളനമായിരുന്നു. ഇതിനെ തുടർന്നാണ് കേരള പ്രദേശ് കോൺഗ്രസ് KPCC നിലവിൽ വന്നത്. നമുക്ക് നോക്കാം. 1921 അഖില കേരള അടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഒറ്റപ്പാലത്താണ്. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ടി പ്രകാശമാണ്. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റുവാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചത് പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. പൂർണ്ണ സ്വരാജ് പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ച സമ്മേളനമാണ് പയ്യന്നൂർ സമ്മേളനം. പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ആരാ അവതരിപ്പിച്ചത്? കേളപ്പനാണ്. പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയത്തെ പിന്താങ്ങി സംസാരിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാധവനുമാണ്. ഐക്യ കേരള കൺവെൻഷൻ 1947 കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള പ്രമേയം പാസാക്കിയ കൺവെൻഷൻ നടന്നത് തൃശ്ശൂരാണ്. ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് 1928 ഏപ്രിലിൽ നടന്ന നാട്ടുരാജ്യ പ്രജാസമ്മേളനമാണ് എറണാകുളം. ഐക്യ കേരള കൺവെൻഷനിൽ ഐക്യ കേരളം എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് മൊയ്തു മൗലവിയാണ്. സ്വാതന്ത്ര്യ പ്രാപ്തിക്ക് ശേഷം ഐക്യ കേരള സമ്മേളനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ആലുവയിലാണെന്നുള്ളത് ഒന്ന് ഓർത്തു വെച്ചോ. ഓക്കെ, ഇനി സമ്മേളനവും അത് നടന്നതും അതേപോലെ തന്നെ അതിൻ്റെ അധ്യക്ഷൻ ആരാന്നുള്ളതും നമുക്ക് നോക്കാം. ഒന്നാമത്തെ നമുക്ക് നോക്കാം KPCC സമ്മേളനം അല്ലെങ്കിൽ സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം. ആദ്യത്തെ 1921 ഏപ്രിൽ 23-26 സ്ഥലം ഒറ്റപ്പാലം. ആരായിരുന്നു അധ്യക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടി പ്രകാശമാണ്. സെക്കൻഡ് ആരാന്ന് ചോദിച്ചാൽ 1923 മെയ് 6 പാലക്കാട് സരോജിനി നായിഡു. അടുത്ത് നോക്കിയേ, മൂന്നാമത്തെ എന്താണ് സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം അല്ലെങ്കിൽ KPCC സമ്മേളനം 1927 ഏപ്രിൽ 16 കോഴിക്കോട് BG
ഹോർണിമാൻ. ഓക്കെ. അടുത്തത് 4ാമത്തെ KPCC സമ്മേളനം നടന്നത് മെയ് 25, 27 പയ്യന്നൂർ ജവഹർലാൽ നെഹ്റു. 5ാമത്തെ 1931 മെയ് 3 to 5 വടകര സെൻഗുപ്തയാണ്. 6ാമത്തെ 1932 മെയ് 15 കോഴിക്കോട് സാമുവൽ ആരോണാന്നുള്ളതും ഓർത്തു വയ്ക്കുക. തിരുക്കൊച്ചി സംയോജനം. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം എന്നാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം 1949 ജൂലൈ 1. തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖ തിരുവിതാംകൂർ രാജാവാണ്. അതായത് ശ്രീ ചിത്ര തിരുനാളായിരുന്നു തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖ. അതായത് ഇപ്പോഴത്തെ ഗവർണർ പദവി ആരാന്ന് ചോദിച്ചാൽ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്ര തിരുനാളായിരുന്നു. തിരുക്കൊച്ചി രൂപീകരണ സമയത്തെ കൊച്ചി രാജാവ് പരീക്ഷത്ത് തമ്പുരാനാണ്. തിരുക്കൊച്ചി രൂപീകരണ സമയത്തെ കൊച്ചി രാജാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷത്ത് തമ്പുരാൻ. കേന്ദ്ര സർക്കാരിനോടുള്ള പ്രതിഷേധ സൂചകമായി ഐക്യ കേരള കമ്മിറ്റിയുടെ അധ്യക്ഷത വഹിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേളപ്പനാണ്. ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ 1946 രൂപീകൃതമായ KPCC ഉപസമിതി യോഗം നടന്നത് ചെറുതുരുത്തിയാണ്. തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിലെ ആദ്യ ജനകീയ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് TK നാരായണപിള്ള. 51-52 പൊതു തെരഞ്ഞെടുപ്പിലെ നിയമസഭാ സീറ്റുകളുടെ എണ്ണം 108 ആയിരുന്നു. 54 ഫെബ്രുവരിയിൽ നടന്ന ഇടക്കാല തിരഞ്ഞെടുപ്പിലെ സീറ്റുകളുടെ എണ്ണം 118 എണ്ണവും. 1955 ഫെബ്രുവരിയിൽ തമിഴ്നാട് കോൺഗ്രസിൻ്റെ പിന്തുണയോടെ അധികാരത്തിൽ വന്ന മന്ത്രിസഭയുടെ നേതാവായിരുന്നു പനമ്പിള്ളി ഗോവിന്ദമേനോൻ. തിരുക്കൊച്ചിയിലെ ആദ്യ മുഖ്യമന്ത്രി പറവൂർ TK നാരായണപിള്ള. തിരുക്കൊച്ചിയിലെ അവസാന മുഖ്യമന്ത്രി ചോദിച്ചു കഴിഞ്ഞാൽ പനമ്പിള്ളി ഗോവിന്ദമേനോൻ. ഇനി തിരുക്കൊച്ചിയിലെ മുഖ്യമന്ത്രിമാർ TK നാരായണപിള്ള, C കേശവൻ, AJ ജോൺ, പട്ടം താണുപിള്ള, പനമ്പിള്ളി ഗോവിന്ദമേനോൻ. തിരുക്കൊച്ചി മന്ത്രിസഭയിലെ ആദ്യ വനിതാ മന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത് ആനി മസ്കറിൻ. ഇനി നമുക്ക് 1956 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക് നോക്കാം. കേരളത്തിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 1957 കേരളത്തിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 1957 കേരളത്തിൽ അധികാരത്തിൽ വന്നു. ഈ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ജോസഫ് മുണ്ടശ്ശേരി. ഓക്കെ. ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് കേരളമാണ്. കേരളത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെ. കേരളത്തിലെ ആദ്യത്തെ നിയമസഭ നിലവിൽ വന്നത് 57 ഏപ്രിൽ 1. ഒന്നാം കേരള നിയമസഭ ആദ്യ സമ്മേളനം നടന്നത് 57 ഏപ്രിൽ 27. കേരള ആദ്യ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 114 എണ്ണമാണുള്ളത്. ഇനി വകുപ്പുകളും മന്ത്രിമാരും ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഉറപ്പായും ചോദിക്കാറുണ്ട്. ഒന്നാം കേരള മന്ത്രിസഭ PSCക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നാം കേരള മന്ത്രിസഭ ഉറപ്പായും പഠിച്ചു വയ്ക്കണം. മുഖ്യമന്ത്രി ആരാ? EMS നമ്പൂതിരിപ്പാട്. ധനകാര്യം C അച്യുതമേനോനാണ്. C അച്യുതമേനോൻ ധനകാര്യം. തൊഴിൽ ട്രാൻസ്പോർട്ട് ആരാ? TV തോമസ് ആണ് തൊഴിൽ ട്രാൻസ്പോർട്ട്. ഭക്ഷ്യം വനം KC ജോർജാണ്. വ്യവസായം KP ഗോപാലൻ. പബ്ലിക് വർക്ക്സ് TA മജീദ്. അടുത്തത് തദ്ദേശ ഭരണം PK ചാത്തൻ മാസ്റ്റർ. വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി. റവന്യൂ KR ഗൗരിയമ്മ. നിയമം വൈദ്യുതി ആഭ്യന്തരം VR കൃഷ്ണയ്യർ. ആരോഗ്യം ഡോക്ടർ MR മേനോൻ. EMS നമ്പൂതിരിപ്പാട് നമുക്ക് നോക്കാം. EMS നമ്പൂതിരിപ്പാട് ആദ്യ മുഖ്യമന്ത്രി കേരളത്തിലെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ EMS നമ്പൂതിരിപ്പാട്. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, ലോകത്തിൽ ഇന്ത്യയിലും ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രി. ജനനം 1909 ജൂൺ 13. മരണം 1998 മാർച്ച് 19. പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രിയായതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് EMS നമ്പൂതിരിപ്പാട്. പ്രധാന കൃതികളാണ് അദ്ദേഹത്തിൻ്റെ. EMS രചിച്ച പ്രധാന പുസ്തകങ്ങളിൽ ഏറ്റവും കൂടുതൽ PSC ചോദിക്കാറുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.25 കോടി മലയാളികൾ ആരുടെ പുസ്തകമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
ആരുടെയാണ്? EMS നമ്പൂതിരിപ്പാടിൻ്റെ പുസ്തകമാണ് 1.25 കോടി മലയാളികൾ. ബെർലിൻ ഡയറി, വേദങ്ങളുടെ നാട്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, നെഹ്റു ഐഡിയോളജി ആൻഡ് പ്രാക്ടീസ്, കാറൽ മാക്സ് പുതുയുഗത്തിൻ്റെ വഴികാട്ടി, കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് എ ഹിസ്റ്റോറിക്കൽ സർവേ, കേരള യെസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമാറോ, എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ഫാഷൻ മൂവ്മെൻറ്റ് ഇൻ കേരള. ഇതൊക്കെ ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാ? EMS നമ്പൂതിരിപ്പാടിൻ്റെ പുസ്തകങ്ങളായിരുന്നു. മറ്റു പ്രധാന കുറിപ്പുകൾ നോക്കുകയാണെങ്കിൽ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന പുസ്തകം രചിച്ചത് PK ബാലകൃഷ്ണനാണ്. EMSൻ്റെ പുസ്തകങ്ങളുടെ ലിസ്റ്റിൽ പലപ്പോഴും ഇത് മാറി വരാനുള്ളതായിട്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു വച്ചേക്കുക. ഓക്കെ, ഇനി കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ മക്കളെ അത് പട്ടം താണുപിള്ളയാണ് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി. കേരളത്തിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി. ശ്രദ്ധിച്ചു വച്ചോ, 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. 1885 ജൂലൈ 15. തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രി, തിരുക്കൊച്ചി മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി എന്നീ പദവികൾ അലങ്കരിച്ച വ്യക്തിയാണ് പട്ടം താണുപിള്ള. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റിതര മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. കേരള മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച ഏക വ്യക്തി പട്ടം താണുപിള്ള. പ്രത്യേകിച്ച് പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്. പട്ടം താണുപിള്ള എഡിറ്ററായിരുന്ന മലയാള പത്രമായിരുന്നു കേരള ജനത. കേരള ജനത എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയാണ് R. ശങ്കർ. കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി R. ശങ്കറാണ്. R. ശങ്കർ ആരംഭിച്ച പത്രം PSC ചോദിക്കാറുണ്ട് മക്കളെ, ദിനമണി. കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രിയാണ് R. ശങ്കർ. കേരളത്തിൽ ഉപമുഖ്യമന്ത്രിയായ ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയും ആര് തന്നെയാണ്? നമ്മുടെ R. ശങ്കറാണ്. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി. R. ശങ്കറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് PK കുഞ്ഞാണ്. ഓക്കെ, ഇനി നമുക്ക് മുഖ്യമന്ത്രിമാരും അവരുടെ കാലയളവും ഒന്ന് ഓടിച്ചു പറയാം. EMS ഒന്നാമത്തെ മുഖ്യമന്ത്രി പറഞ്ഞു 1957-59. 2 പട്ടം താണുപിള്ള 60-62. 3 R. ശങ്കർ 62-64. 4 EMS 67-69. 5 C. അച്യുതമേനോൻ 69-70. വീണ്ടും C. അച്യുതമേനോൻ 70-77. കരുണാകരൻ 77-77. AK ആൻ്റണി 77-78. PK വാസുദേവൻ 78-79. CH മുഹമ്മദ് കോയ 79-79. EK നായനാർ 80-81. K കരുണാകരൻ 81-82. K കരുണാകരൻ 82-87. EK നായനാർ 87-91. K കരുണാകരൻ 91-95. AK ആൻ്റണി 95-2001. വീണ്ടും എന്താണ് AK ആൻ്റണി വരുന്നുണ്ട് 2001-2004. ഉമ്മൻചാണ്ടി 2004-2006. VS അച്യുതാനന്ദൻ 2006-2011. ഉമ്മൻചാണ്ടി 2011-2016. പിണറായി വിജയൻ 2016-2021. വീണ്ടും പിണറായി വിജയൻ 2021 മുതൽ വീണ്ടും അങ്ങോട്ടേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് മൊത്തമായി കണ്ട ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ PDF നോട്ട് 1-2 തവണ വായിക്കാനായി ശ്രമിക്കുക. അതിനുശേഷം ഇതിൻ്റെ ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടാകും, അതിൽ കൂടി എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ഓരോ ക്ലാസ്സും സെറ്റ് ചെയ്യുന്നത്. നിങ്ങളും അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി തന്നെ ഓരോ ക്ലാസ്സും കണ്ട് പഠിച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻ ബോൾ ഉൾപ്പെടെ സെറ്റ് ചെയ്തതിന് ശേഷം മുന്നോട്ടേക്ക് പോവുക. 2026 നിങ്ങളെ കാത്തിരിക്കുന്ന എല്ലാ എക്സാമുകളിലും ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേഷിനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.